നമുക്കൊരു ഒന്നൊന്നര ചോദ്യം ഉണ്ടെന്ന് പറ. പോയി ഐശ്വര്യമുള്ള ഒരാളെ വിളിച്ചോണ്ട് വാ. ഐശ്വര്യമുള്ള ഒരാളല്ലേ? ഞാൻ ഏറ്റവും നസ്ലിന്റെ ഏത് പടം എടുത്താലും മാത്യു ഉണ്ടല്ലോ, നിങ്ങൾ ഒന്നെടുത്തൊന്നും അതെന്താ മോശമാണ്? ഒന്നും വിചാരിക്കണ്ട സ്വാമി, ഒരു കഥയില്ലാത്ത പെണ്ണല്ലേ, കൊച്ചു കുട്ടിയായിട്ട് കരുതിയാ മതി. പറഞ്ഞത്ര കൊച്ചുകുട്ടിയൊന്നുമല്ല. ഏത് പടെടുത്താലും അവനുണ്ടല്ലോ. എന്താ നിങ്ങൾ എന്നെ ആക്കാൻ വേണ്ടിയുള്ള മെന്റാലിറ്റിയിൽ ഇരിക്കും. പറഞ്ഞതുപോലെ ചെയ്യാവൂ. കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയെന്തിന്? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്താ പറയാ സംഗീതത്തിനെ പറ്റി കുറ്റം ചേട്ടാ? ഏത് തെണ്ടിയ വരെ സാറേന്ന് വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ. അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും ജീവൻ പണയം വെച്ചിട്ടാണ് ആ കാറിൽ ഇരുന്നിരുന്നത്. പറഞ്ഞത് സത്യമാണോ? മിസ്റ്റർ മുകുന്ദനോടാ ചോദിച്ചത്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മനീഷ് നാരായണനോട് കിടപിടിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലോ. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. 20 മിനിറ്റിൽ ഈ ഇന്റർവ്യൂ തീരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. എന്റെ 1-2 ഫ്രണ്ട്സ് പറഞ്ഞത് എന്താണെന്ന് അറിയോ? നാണമില്ലേ ഈ മനുഷ്യന്? ഇനിയെങ്കിലും ഈ പണി നിർത്തിക്കൂടെ എന്ന് ഞങ്ങൾക്ക് അറിയൂട്ടോ. ഇങ്ങനെയാണോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ഇരിക്കുന്നത്? ഒരു ഇന്റർവ്യൂവർ അല്ലേ താങ്കൾ? മുതലാളി വിഷമിക്കാതിരിക്കും, നമുക്ക് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. ഞാൻ ഇനി എങ്ങോട്ടും ഇല്ല. പറ്റുന്ന വന്ന് ഞാൻ പിടിച്ചോളാം. അതുവരെ അവളെ സൂക്ഷിക്കണേ. കൂടിയ വിഷമുള്ള ജാതിയാ.